ശ്രീ മുഹമ്മദ് ഷിയാസ്, ഇന്നലത്തെ അറസ്റ്റ് സാധാരണഗതിയിൽ ഒരു DCC പ്രസിഡന്റിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല താങ്കളുടെ അറസ്റ്റ്. എങ്ങനെയാണ് താങ്കൾ ആ വിഷയത്തെ കാണുന്നത്? അല്ല, പോലീസ് CPM-ന്റെ കൊട്ടേഷൻ സംഘമായി മാറിയിരിക്കുകയാണ്. യാതൊരു രീതിയിലുള്ള മര്യാദകളോ യാതൊരു രീതിയിലും ജനങ്ങളോട് ഒരു ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ ഒരു സഹാനുഭൂതിയുള്ള ഒരു മനസ്ഥിതിയല്ല പോലീസിനുള്ളത്. ഇന്നലെ ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടുള്ള സമരം നടക്കുന്ന ഏറ്റവും വലിയൊരു ജനകീയ വിഷയം ഉയർത്തിയിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നലെ ഉണ്ടായത്. ജനങ്ങൾ അടിക്കടി ആനയുടെ ചവിട്ടേറ്റ് മരിക്കുന്നു, കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. വലിയ പ്രതിഷേധമാണ് ആ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക്. അപ്പൊ ആ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആ വീട്ടുകാരുടെ അനുമതിയോട് കൂടിയിട്ടാണ് ആ മൃതദേഹവുമായി ഞങ്ങൾ ആ സമരം നടത്തിയത്. സ്വാഭാവികമായും ആ സമരത്തെ പോലീസ് നേരിട്ട രീതി കാടത്തം നിറഞ്ഞ രീതിയാണ്. ഒരു മൃതദേഹം വളരെ മോശമായി വലിച്ചഴച്ച് സമരം ചെയ്യുന്നവരുടെ പക്കൽ നിന്ന് വലിച്ചഴച്ച് ലാത്തിചാർജ് നടത്തി കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ടുകേൾവിയില്ലാത്തതാണ്. പോലീസിന് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പോലീസ് നടത്തിയത്. ഈ സംഭവം എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞാനും മാത്യു കുഴൽനാടൻ MLA-യും അഡീഷണൽ SP-യുമായി പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ച് കേസിന്റെ കാര്യങ്ങളും നിലവിൽ അറസ്റ്റ് ചെയ്ത 14 പേരുടെ കാര്യങ്ങളും സംസാരിച്ച സമയത്ത് പോലും ഞങ്ങൾക്കെതിരെ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് ആസൂത്രിത നോട്ടീസ് നൽകിയാൽ ഞങ്ങൾ സ്റ്റേഷനിൽ ചെല്ലില്ലേ? ഞങ്ങൾ അങ്ങനെ ആളുകളെ ഭയപ്പെടുത്തി ഭക്ഷണം കഴിക്കാൻ ഞാനൊരു ഹോട്ടലിൽ, സമരത്തിന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ഹോട്ടലിലാണ് വന്ന സമയത്ത് ഒരു 10-40ഓളം വരുന്ന പോലീസുകാർ വാഹനവുമായി വന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത് അതൊരു സാമാന്യ മര്യാദക്ക് നിരക്കുന്നതല്ല, ഒരു കാടത്തം നിറഞ്ഞ നടപടിയാണ്. അത് 2 തരത്തിലുള്ള ഇരട്ടനീതിയാണെന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. SFI-ക്കും DYFI-ക്കും CPM-നും ഒരു നീതി, കോൺഗ്രസിന് മറ്റൊരു നീതി. അത് അനീതിയുടെ മാർഗമാണ് ഞങ്ങൾക്കെതിരായി ഉപയോഗിക്കുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് മാത്രമല്ലല്ലോ, CPM-ഉം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ CPM നേതാക്കന്മാരോട് UDF-ന്റെ കാലഘട്ടത്തിലുള്ള പോലീസിന്റെ സമീപനം ഇതായിരുന്നില്ല. അത് സഹിഷ്ണുതയോട് കൂടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ആളുകളുടെ സമീപനങ്ങളല്ല ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇത് ആസൂത്രിതമായി മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പാർട്ടിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും സമരം ദുർബലപ്പെട്ടു പോകുമെന്നോ അല്ലെങ്കിൽ സമരം ചെയ്യുന്നവരെ ദുർബലപ്പെടുത്താമെന്നോ ആരും വിചാരിക്കേണ്ട. അത് അതിനേക്കാൾ അതിശക്തമായ രീതിയിൽ ഈ പ്രതിഷേധം, ജനങ്ങളുടെ പ്രതിഷേധം. ഷിയാസ്, താങ്കളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ല കൊണ്ടുപോയത്? എന്നെ അറസ്റ്റ് ചെയ്ത് ഏകദേശം 1 മണിക്കൂറിലധികം കോതമംഗലത്തെ വിവിധ പ്രദേശങ്ങളിലൂടെ ഈ വാഹനം 3 പോലീസ് ജീപ്പും ഒരു വലിയ പോലീസ് ബസ്സും ഉൾപ്പെടെ റോഡുകളിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ ഞാനും പോലീസുകാരോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത്രയധികം സമയം നമ്മൾ എന്തിനാണ് സഞ്ചരിക്കുന്നത്? എന്നെ ആരെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയാൽ എന്റെ മെഡിക്കൽ എടുക്കാം, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാം, നിങ്ങൾക്ക് അതല്ലേ നടപടിക്രമം, നിങ്ങളുടെ നടപടിക്രമം പോലീസിന്റെ അറസ്റ്റ് ചെയ്താൽ. പക്ഷെ അവരൊരു ആളുകളെ ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും അല്ലെങ്കിൽ ആളുകൾക്ക് ഭയം ജ്വലിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനോട് എന്നുള്ളതല്ല, ഒരാളോടും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞങ്ങളൊക്കെ ഈ എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനും അല്ലെങ്കിൽ പോലീസും ഇവരുമായി എല്ലാ ദിവസവും സംസാരിക്കുകയും കാണുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അത് ക്രിമിനൽ സംഘത്തോടും ക്രിമിനലുകളോടും പോലും പോലീസ് ഇപ്പോൾ അങ്ങനെ കാണിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ കാപ്പ കേസ് ചുമത്തിയ ക്രിമിനൽ സംഘത്തോട് പോലും ഈ കോതമംഗലത്തെ പോലീസ് പോലും കാണിക്കുന്നില്ല. നവകേരള സദസ്സിനെതിരായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ആക്രമിച്ച ഇവിടുത്തെ കോതമംഗലത്തെ കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള CPM-ന്റെ ഗുണ്ടാ സംഘങ്ങളുണ്ട്. അവരെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അവർക്ക് സ്റ്റേഷൻ ബെയിൽ കൊടുത്ത എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പൊ അവരോട് കാണിക്കാത്ത സമീപനം ഞങ്ങളോട് കാണിക്കുമ്പോൾ പോലീസ് CPM-ന്റെ കൊട്ടേഷൻ സംഘമായി മാറിയിരിക്കുകയാണ്. ഇനി ആരെങ്കിലും അവർ നിയമപാലകരാണ്, അവർ നിയമം അനുശാസിക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കാതെ വന്നാൽ നമുക്ക് എങ്ങനെ അവരെ കുറ്റം പറയാൻ കഴിയുക? പോലീസിന്റെ സമീപനം ഇതാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിച്ച പോലീസ് ഇത്തരത്തിലായതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഈ ക്രമസമാധാന പ്രശ്നങ്ങളെല്ലാം മോശമാകുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഒരു നടപടി ഉണ്ടാകാതെ ഇരിക്കുന്നതും. അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഇവിടെ താങ്കൾക്കെതിരെയായി ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം ഷിയാസ്, ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കുക, ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, മൃതദേഹത്തോട് അനാദരവ് കാണിക്കുക,
അതുപോലെ തന്നെ PDPP ആക്ടും ഒപ്പം തന്നെ കലാപത്തിനുള്ള ശ്രമവും. ഇത് എല്ലാ കേസുകളിലും ഇത് തന്നെയാണ്. ഈ സമീപ കാലഘട്ടങ്ങളിൽ പോലീസ് എടുത്ത എല്ലാ സ്റ്റേഷനുകളിലും എടുത്ത കേസുകളും ഇത് തന്നെയാണ്. അവിടെയെല്ലാം കോടതിക്ക് മുമ്പിൽ പോലീസിന്, പ്രോസിക്യൂഷന് ഇത് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ കോടതി പോലും ചോദിച്ചു, എങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു MLA-യും ഒരു DCC പ്രസിഡന്റും എങ്ങനെയാണ് ഈ ബോഡി അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവുക? അവരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ലേ, അവരങ്ങനെ ചെയ്യൂ? അതങ്ങനെ ചെയ്യുന്നത് പോലീസ് പറയുന്നത് ശരിയല്ലല്ലോ. അത് ശരിയല്ലേ? ഒരു മൃതദേഹം നാട്ടുകാർ കൊണ്ടുവന്ന ഒരു ബോഡി അവരുടെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി, ഇനി നാളെ ഒരിക്കൽ ആർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകരുത്, ഒരാൾ പോലും ഇനി മരണപ്പെടരുത്, അപ്പൊ നിങ്ങൾ ഇതൊരു വലിയ പ്രതിഷേധം ഉണ്ടാക്കണം എന്ന് വീട്ടുകാരുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പോലീസ് FIR ഇട്ടിട്ടില്ല, പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടാകുമ്പോൾ, എത്രയോ അനുഭവങ്ങൾ. അപ്പൊ ആദ്യമായി നടന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു പ്രതിഷേധം നടത്തിയത്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പൊതുമുതൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രീ മുഹമ്മദ് ഷിയാസ്. ഒന്ന്, അല്പം മുമ്പ് ഇന്ദിരയുടെ സഹോദരൻ പറഞ്ഞത് തങ്ങളുടെ അനുവാദത്തോടു കൂടിയല്ല ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമല്ല ഞങ്ങൾ കരുതിയിരുന്നത് എന്നാണ്. ആ നിലയിൽ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്നാണ് ഇന്ദിരയുടെ സഹോദരൻ പറയുന്നത്. ഒന്ന്. രണ്ട്, താങ്കൾ പോലീസിനോട് ബലപ്രയോഗം കാണിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാം. ഇന്ദിരയുടെ ഭർത്താവും ഇന്ദിരയുടെ മകനും അവർ പറയുന്നതല്ലേ നമ്മൾ കേൾക്കാം. അവരുടെ ഇന്ദിരയുടെ ഭർത്താവ് വളരെ കൃത്യമായി ഇന്നലെ മാധ്യമങ്ങൾക്കും ഇന്ന് എല്ലാ മുഖ്യധാര പത്രങ്ങളിലും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് ഞാനും മകനും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവരവിടെ നിന്ന് കൊണ്ടുപോയത്. ഞങ്ങളുടെ അനുവാദമില്ലാതെയല്ല കൊണ്ടുപോയത്, ഞങ്ങൾ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അവർ പറഞ്ഞ കാര്യത്തിൽ അവിടെ വളരെ കൃത്യമായി ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇന്ദിരയുടെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. ഈ സംഭവ സ്ഥലത്ത് മരണപ്പെടുന്ന സമയത്തല്ല, അതിനുശേഷമാണ് അദ്ദേഹം എത്തിയത്. ഈ സംഭവത്തിനിടയ്ക്ക് അവിടെ അദ്ദേഹത്തെ പോലീസ് മർദ്ദിക്കുകയും വലിച്ചിഴക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കരഞ്ഞതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് നമുക്കറിയാം മന്ത്രിമാരും അതുപോലെ തന്നെ ലോക്കൽ MLA-യുടെ ഇടപെടലും അതൊക്കെ നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ രാഷ്ട്രീയത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ഈ പൊതുവിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രതിഷേധം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി നടത്തിയത്. പിന്നെ പോലീസ് സ്വാഭാവികമായും പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവിടെ കോതമംഗൽ MLA ഉണ്ടായിരുന്നു. അദ്ദേഹം കയർത്ത് പോലീസുകാരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഭരണപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പറയുമ്പോൾ ഇതിനെ തടയുക എന്നുള്ളത് പോലീസിന്റെ സർവ്വസാധാരണമായിട്ടുള്ള സ്വഭാവമാണ്. അത് എല്ലായിടത്തും ഉണ്ട്. പ്രകടനം നടത്തിയാലുണ്ട്, അതുപോലെ തന്നെ പ്രതിഷേധം നടത്തിയാലും പോലീസ് വന്ന് എല്ലായിടത്തും തടയുകയും കാര്യങ്ങളെല്ലാം ചെയ്യും. അത് തട്ടിമാറ്റി പോവുക എന്നുള്ളതാണ് നമ്മൾ സ്ഥിരം അനുവർത്തിക്കുന്ന ശൈലി. അതെല്ലാവരും അത് അങ്ങനെ തന്നെയാണ്. കോടതി നടപടികൾ തുടരും. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ശൈലിയൊന്നും അവിടെ ഉണ്ടായില്ല. ഇടക്കാല ഇന്ന് പൂർണ്ണ ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും കോടതിക്ക് മുന്നിൽ അത് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ്